ഭാഗ്യമൊക്കെ ആദ്യമായിട്ടാണ് സർവീസ് നിൽക്കുകയാണെങ്കിൽ അതിനുശേഷം സർവീസ് ഇല്ലെങ്കിലും അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലതാണ്. നല്ല സിനിമകളായിരുന്നു. നമുക്കൊരു ഇതിനൊരു ആ ഒരു സ്ഥാനത്തെ നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിൽ വന്നില്ലായിരുന്നു. അപ്പം ഏകദേശത്തിൻ്റെ വക്കച്ചിലൂടെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഹീറോ ആയിട്ടുള്ള പടം വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതും എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഇന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. കാണാത്തവർ എല്ലാവരായിട്ടും പോയി കാണാം. ഫാമിലിയായിട്ട് കാണാം. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് വേണ്ടി പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് മാത്രമല്ല നല്ല പടമാണ്. അടുത്ത എനിക്ക് ഇറങ്ങാനുള്ളത് ചാക്കോസിൻ്റെ പടമാണ് ഓഫീസർ എന്ന് പറയുന്നത്. അത് ഫെബ്രുവരി 20 റിലീസാണ്. അതും എല്ലാവരും കാണും. മീശ എന്ന് പറയുന്നത് രണ്ടോടെങ്കിലും റിലീസുണ്ട്. ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പം പറഞ്ഞാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, എത്തിക്കുക. താങ്ക് യു. 2025 നടക്കേണ്ടതാണ് ഞാൻ ആലോചിക്കണേ. കാരണം 25 ഇപ്പോൾ നല്ല എല്ലാം നടക്കണം സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഇത്രയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും പടങ്ങൾ എനിക്ക് ഇറങ്ങാനുള്ളത് 25-നാണ്. പിന്നെ ആക്ടറെ സംബന്ധിച്ചോളം ഇത്രയും സന്തോഷമുള്ള നിമിഷം വേറെ ഇല്ല. പിന്നെ സിനിമകൾ നല്ലതാവാതെ കൂടിയില്ല. ആ സിനിമകളും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതിന് ഭയങ്കരമായിട്ട് സന്തോഷം. ഈ ജനുവരി തന്നെ ഇപ്പോൾ ലാസ്റ്റത്തെ ദിവസമാണ്. അപ്പോൾ ഒരുപാട് പടങ്ങളാണ് ഈ പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിമിഷത്തെ എല്ലാ പടങ്ങളും എല്ലാവരും കാണണം. എല്ലാവരും എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം. ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സിനിമകൾ എല്ലാ സിനിമയും വിജയിക്കണം. എല്ലാ സിനിമയും സക്സസ് ആണ്. എല്ലാവരും കൂടെ നിൽക്കണം. അതാണ് എൻ്റെ ഒരു സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ. എനിക്കൊരു ഭാഗ്യമൊക്കെ ആദ്യമായിട്ടാണ് സർവീസ് നിൽക്കുകയാണെങ്കിൽ അതിനുശേഷം സർവീസ് ഇല്ലെങ്കിലും അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലതാണ്. നല്ല സിനിമകളായിരുന്നു. നമുക്കൊരു ഇതിനൊരു ആ ഒരു സ്ഥാനത്തെ നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിൽ വന്നില്ലായിരുന്നു. അപ്പം ഏകദേശത്തിൻ്റെ വക്കച്ചിലൂടെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഹീറോ ആയിട്ടുള്ള പടം വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതും എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഇന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. കാണാത്തവർ എല്ലാവരായിട്ടും പോയി കാണാം. ഫാമിലിയായിട്ട് കാണാം. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് വേണ്ടി പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് മാത്രമല്ല നല്ല പടമാണ്. അടുത്ത എനിക്ക് ഇറങ്ങാനുള്ളത് ചാക്കോസിൻ്റെ പടമാണ് ഓഫീസർ എന്ന് പറയുന്നത്. അത് ഫെബ്രുവരി 20 റിലീസാണ്. അതും എല്ലാവരും കാണും. മീശ എന്ന് പറയുന്നത് രണ്ടോടെങ്കിലും റിലീസുണ്ട്. ഇതൊക്കെയാണ് പരിപാടികൾ. അപ്പം പറഞ്ഞാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, എത്തിക്കുക. താങ്ക് യു. 2025 നടക്കേണ്ടതാണ് ഞാൻ ആലോചിക്കണേ. കാരണം 25-നാണ് ഇപ്പോൾ നല്ല എല്ലാം നടക്കണം സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഇത്രയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും പടങ്ങൾ എനിക്ക് ഇറങ്ങാനുള്ളത് 25-നാണ്. പിന്നെ ആക്ടറെ സംബന്ധിച്ചോളം ഇത്രയും സന്തോഷമുള്ള നിമിഷം വേറെ ഇല്ല. പിന്നെ സിനിമകൾ നല്ലതാവാതെ കൂടിയില്ല. ആ സിനിമകളും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതിന് ഭയങ്കരമായിട്ട് സന്തോഷം. ഈ ജനുവരി തന്നെ ഇപ്പോൾ ലാസ്റ്റത്തെ ദിവസമാണ്. അപ്പോൾ ഒരുപാട് പടങ്ങളാണ് ഈ പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിമിഷത്തെ എല്ലാ പടങ്ങളും എല്ലാവരും കാണണം. എല്ലാവരും എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം. ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സിനിമകൾ എല്ലാ സിനിമയും വിജയിക്കണം. എല്ലാ സിനിമയും സക്സസ് ആണ്. എല്ലാവരും കൂടെ നിൽക്കണം. അതാണ് എൻ്റെ ഒരു സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ. അതെങ്ങനെയുണ്ടായിരുന്നു പടം? ഞാനിതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ നല്ലതല്ലേ പറയുള്ളൂ. അങ്ങനെയല്ല, ഞങ്ങളൊരു ഫാമിലി എൻ്റർടൈനർ, ഒരു റൊമാൻറ്റിക് ഹ്യൂമർ, എല്ലാ എലമെൻസും ഇതിൽ പൊളിക്കുന്ന ഫൈറ്റ് എല്ലാം പൊളിക്കുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറായിട്ടാണ് സിനിമ ഞങ്ങളെ ഇറക്കിയിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് രജിസ്ട്രേഷൻ ഇതിൽ കാണാൻ സഹായിച്ചിരിക്കുന്നത്. മധുബാബ് സാറിൻ്റെ ക്യാമറയാണ് എനിക്കറിയാം. അതുകൊണ്ട് പാലക്കാടിൻ്റെ ആ ഒരു ബ്യൂട്ടി ഫുള്ളൊന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള പാട്ടുകളുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളത്തിൽ കുറേ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഇപ്പോൾ വളരെ കുറവാണ്. എല്ലാം കുറച്ച് എന്താ പറയുക, മ്യൂസിക്കലി ലൗഡായിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നല്ല പാട്ടുകളും ഇതിലുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. ബാക്കി ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത്. തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ബാക്കി പറയട്ടെ. ഓഡിയൻസ് എന്തായാലും ഹാപ്പിയാവും. എന്ന് വെച്ചാൽ അത്രയും നല്ല മനോഹരം ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം. എന്താ പറയുക, നമ്മുടെ പടത്തിനെ കുറിച്ച് നമ്മളതിന് പറയുന്നില്ല. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. പറയുന്നത് എല്ലാവരും നന്നായിട്ട് സന്തോഷം. കുറേ മാറ്റങ്ങൾ
എടാ പിന്നെ ലവ് സ്റ്റോറി വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും രണ്ടാൾക്കും നല്ല ഓൾ ദ ബെസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമുക്ക് സന്തോഷമായിരുന്നു. നമ്മൾ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ സിനിമയിലേ നമ്മൾ അഭിനയിക്കുകയാണെന്ന് തോന്നില്ല കേട്ടോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ലവ് സ്റ്റോറി വർക്കൗട്ടാണ്. എന്നുവെച്ചാൽ ആ പാലക്കാട് ആ കുടുംബത്തിൻ്റെ പട്ടണ കുടുംബത്തിൻ്റെ ആ ഒരു ഇത് ഗ്രാമീണ ഭംഗി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതെ നന്നായിട്ടുണ്ട്, ഫ്രെയിമെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഞാനും പാലക്കാട്ടുകാരനാണ്, പക്ഷേ ഡിസ്ട്രിക്റ്റാന്നേ ഉള്ളൂ, ഒറ്റപ്പാലാണ്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ അങ്ങനത്തെ ഒരു വളരെ സന്തോഷമായി. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ അവര് പ്രതീക്ഷിച്ച ലെവലിലേക്കൊക്കെ എത്തിയെന്ന് തോന്നിയോ? എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല വിജയമായി മാറട്ടെ. ഉണ്ണിക്കുട്ടാ, എന്തായാലേ രണ്ടാളും അത് അങ്ങനെയാണ് മുന്നോട്ട് പോട്ടെ. അളിയൻസ് അളിയൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.